പ്രിയപ്പെട്ടവരെ, ഇടുക്കി ഡയമണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റാപ്പപ്പിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. റാപ്പപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബയോഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കുറേ പ്രോഡക്റ്റുകളിലൊന്ന് മാത്രമാണ്. അപ്പം ആ പ്രോഡക്റ്റുകളിൽ ഒട്ടുമിക്കത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് റിസൾട്ട് ഉള്ളത് ഈ റാപ്പപ്പ് എന്ന് പറഞ്ഞ വസ്തു മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞ വസ്തു. റാപ്പപ്പിൻ്റെ മുകളിലത്തെ കവർ ഊരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ ഒരു അടപ്പ് കാണും. അത് ഇളക്കി മാറ്റണം. അത് ഇളക്കി മാറ്റുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഈ കുപ്പി ഒന്ന് കുലുക്കണം. കുപ്പി കുലുക്കി ഇതിലെ സോൾവെൻറ്റും മരുന്നും എല്ലാം തമ്മിൽ യോജിച്ചതിന് ശേഷം വീണ്ടും ഈ കുപ്പിയിലേക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഈ ബക്കറ്റിലോട്ട് കൂട്ടുന്ന ബക്കറ്റിലോട്ട് വെള്ളം ഇത് ശരിക്ക് കുലുക്കിയിട്ട് അങ്ങ് ഒഴിക്കണം. കുലുക്കിയിട്ട് ഒഴിച്ചെങ്കിൽ മാത്രമാണ് ഈ സാധനം ചേരുള്ളൂ. അപ്പോൾ ഈ ഇതിലെ ഈ ലിക്വിഡ് നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അത് ശരിക്ക് പൈപ്പോ, അതായത് പൈപ്പ് എന്ന് പറയുന്ന ഇരുമ്പ് വസ്തുക്കൾ കഴിവത് ഉപയോഗിക്കാതിരിക്കുക. പകരം പ്ലാസ്റ്റിക്കിൻ്റെയോ അതേപോലെ മടലോ ഒരു കവുങ്ങിൻ്റെ അലക് ചെത്തി എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ബക്കറ്റിലോട്ട് ഈ സാധനം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് 200 ലിറ്ററിൻ്റെ ഒരു ജാറിലോട്ട് 1 ലിറ്റർ ഈ കൂട്ടിയ മിശ്രിതം മാത്രം ഒഴിക്കുക. 1 ലിറ്ററിന് 200 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലാണ് അടിക്കേണ്ടത്. എന്നിട്ട് ഈ 200 ലിറ്റർ വെള്ളത്തിൽ ഇത് ചേർത്തതിന് ശേഷം ശരിക്ക് ഇവ ഒന്നുകൂടെ യോജിപ്പിക്കണം. അതായത് നമ്മൾ ഒഴിക്കുന്ന 200 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, ആ 200 ലിറ്റർ വെള്ളവും ഈ 1 ലിറ്റർ മരുന്നും തമ്മിൽ ശരിക്ക് യോജിപ്പിക്കണം. നമ്മളിപ്പം ബക്കറ്റിലാണ് കഴുകിയിട്ട് ഒഴിക്കുന്നതെങ്കിൽ ആ ബക്കറ്റിലെ വെള്ളത്തിലോട്ട് വീണ്ടും ഒന്നുകൂടെ വെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടെ ശരിക്ക് കഴുകി അതിൻ്റെ ഓരോ അംശം പോലും പോകാതെ നമ്മൾ ഈ 200 ലിറ്ററിലോട്ട് ചേർക്കണം. 200 ലിറ്ററിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് പിന്നീട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് ശുദ്ധമായ വെള്ളം തന്നെ എടുത്തൊഴിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതിന് ശേഷം ഇത് ശരിക്ക് പൈപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ജാതിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതൊരു 35-40 അടിയോളം പൊക്കമുള്ള ജാതിയാണ്. അപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ പവർ സ്പ്രെയർ ആയതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ജാതി കുളിപ്പിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചവിട്ടിന്ന് അടിച്ച് വെക്കുന്നത്. ഇത് 40 അടിക്ക് മുകളിലുള്ള ജാതിയാണ്. ഇപ്പം നിലവിൽ അടിക്കുന്നത് ഇന്തോനേഷ്യൻ ജാതിയാണ്. അത് നല്ല പൊക്കവും അതേപോലെ പട്ടയേറും ഒക്കെ ഉള്ള ഒരു ജാതിയാണ്. ആ ജാതിയിൽ ചുവട് തൊട്ട് മുകളിൽ വരെ നമ്മളിങ്ങനെ അടിക്കണം. അത് എത്തിയില്ലെങ്കിൽ നമ്മളത് കയറിയാലും ചെയ്യണം. കാരണം ഒരിലയിൽ ഒരു മിസ്റ്റിൻ്റെ ഒരു എന്നാ അതിന് പറയുന്നത്, ഒരു മില്ലി ചെന്നാൽ മതി. ഒരു മില്ലിഗ്രാമിലും അതിൻ്റെ ഒരിലയിലും ചെല്ലണം. ഒരിലയിലും ചെല്ലുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടുന്നൊരു വസ്തുവാണ് ഈ റാപ്പപ്പ്.